ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ആക്ച്വലി പേടിയുണ്ടായിരുന്നു. പക്ഷേ ഒരാഗ്രഹം കൂടെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡ്രീം ഉണ്ടോ അപ്പച്ചന്? ഇത് കുറച്ചുകൂടെ കൂടുതലുള്ള അപ്പൊ അപ്പച്ചന് ഒന്നീ നിർത്താനല്ല, അപ്പച്ചന് ഇനി കുറച്ചുകൂടെ ഡ്യൂറേഷൻ ഉള്ളത് കിട്ടണമെന്നാണ് അപ്പച്ചന്റെ ആഗ്രഹം. ഓ താണ്ട് ഇതിൽ ഷാഡോ കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നത്. ഷാഡോ താഴെ കൂടെ പോകുന്നുണ്ട്. അത്രയും താഴ്ചയാണ് നമ്മൾ പോകുന്നത്. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് കേട്ടോ. ഷാഡോ കണ്ടോ പോകുന്നത്? ഓ സൂപ്പർ സൂപ്പർ, ഐ ആം സോ എക്സൈറ്റഡ്. വേറെ ലെവല്. പിന്നെ ഒരു സംശയം, അതായത് ഞാൻ അതിരുന്ന് ചിന്തിക്കുമായിരുന്നു, ഈ ഒരുപാട് യാത്ര ലോങ് യാത്രയ്ക്ക് വേണ്ടിയൊക്കെ ഹെലികോപ്റ്റർ ചൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒന്ന് ഓർത്ത് നോക്കി, ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിലും അല്ലെ. അപ്പം നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും വലിയ വലിയ ആഗ്രഹങ്ങളും അത് ഏതുമായിക്കോട്ടെ, അത് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ, അതായത് ഫസ്റ്റ് ടൈം ഹെലികോപ്റ്ററിൽ കയറാൻ പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഹെലികോപ്റ്റർ യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര പൈസ ഉണ്ടെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഫ്ലൈറ്റിലൊക്കെയാണ് ഒരു ടിക്കറ്റ് എടുത്ത് പോകാം. പക്ഷേങ്കിൽ ഹെലികോപ്റ്റർ യാത്ര എന്ന് പറയുന്നത് വളരെ വിരളമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒന്നുകിൽ ഒരു സെലിബ്രിറ്റി ആവണം, അല്ലെങ്കിൽ ഒരു VVIP ഒക്കെ ആകണം. അതുകൊണ്ടാണ് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ഹെലികോപ്റ്റർ യാത്ര. ഞാനിപ്പോൾ കോട്ടയം വിൻസർ കാസിലിൻ്റെ ഹെലിപ്പാഡിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അധികം നിങ്ങളെ പ്രൊസീജിയേഴ്സ് ഒന്നും കാണിക്കുന്നില്ല, ബിക്കോസ് വീഡിയോയുടെ ലെന്ത് നീണ്ടു പോകും. അതുകൊണ്ട് നേരെ ഹെലികോപ്റ്ററിലേക്ക് കയറുന്ന ആ ഒരു രംഗമാണ് ഇനി നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റാണ്, നെക്സ്റ്റ് ട്രിപ്പാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുന്നേ പോയൊരു ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം. നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആയിരുന്നോ? എൻ്റെ സെക്കൻഡ് ടൈം. 7 minutes ഉള്ളെങ്കിലും ഇറ്റ് ഫീൽസ് ലൈക്ക് ഒരു ഹാഫ് ആൻ അവർ. വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു ഫസ്റ്റ് ടൈം ചെയ്യുവാണെങ്കിൽ ഭയങ്കര ഒരു വേർത്ത് എക്സ്പീരിയൻസ് ആണ്. എല്ലാം ട്രൈ ചെയ്യും. ഈ കോട്ടയം ഏരിയൽ വ്യൂ കോട്ടയത്തിന്റെ കിട്ടിയോ? മാക്സിമം കൊമരവും തൊട്ട് കോട്ടയം വരെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ. വേറെ ആരെങ്കിലും ഫസ്റ്റ് എക്സ്പീരിയൻസ്? എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ആക്ച്വലി പേടിയുണ്ടായിരുന്നു. പക്ഷെ നത്തിങ് ടു പേടിക്കാൻ ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ഇറങ്ങുന്നവരെ ലൈക്ക് റിയലി സൂപ്പർ ഫൺ. ആൻഡ് ഞങ്ങളുടെ പൈലറ്റ് വാസ് സോ കൂൾ. സോ ലൈക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ലൈക്ക് ഒരു വേവ്, ഒരു മോഷൻ ഒക്കെ കിട്ടി. കിഡ്സിന് ഭയങ്കര, എൻ്റെ ബോയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹെലികോപ്റ്റർ. സോ അവൻ്റെ ഒരു ഇതിനാണ് കയറിയത്. നൈസ്, റിയലി നൈസ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട് ഫോർ ഷെയറിംഗ്. ഓക്കെ, താങ്ക് യു. നമ്മൾ കയറാൻ പോകുന്ന ഹെലികോപ്റ്റർ, അതിൻ്റെ പേര് ബെൽ 407 എന്നാണ്. 1995 മാനുഫാക്ചേർഡ് ആണ്. അതാണ്ട് കണ്ടോ. ഇനി ഞാൻ കയറിയിട്ട് പറയാം. ഭയങ്കര സൗണ്ട് ആണല്ലോ, ഭയങ്കര എക്സൈറ്റഡ് ആണേ. കോട്ടയം നഗരിയുടെ കാഴ്ച കണ്ടോ. ഇത് നമ്മുടെ ബൈപ്പാസിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉള്ള ആ ഒരു വെള്ളക്കെട്ടിൻ്റെയൊക്കെ ആ ഭാഗമാണ്. അതായത് സിമെൻറ്റ് കല്ല ബൈപ്പാസ് ഉണ്ടല്ലോ, ആ ബൈപ്പാസിൻ്റെ താഴത്തെ ഈ ഭാഗം കാണുന്നത്. ഓ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ടാണ്. ലുക്സ് റിയലി ഗുഡ്. എന്താ പക്ക നമ്മളിങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു ഫീല്. ഓ സ്കൈലാണ്, സ്കൈല് ഇങ്ങനെ ആകാശത്തേക്ക് ഉയരുവാണ്, ഇങ്ങനെ ചരിഞ്ഞുയരുവാണ്. വേറെ ലെവൽ ഫീല്.
സൂപ്പർ. എനിക്ക് തോന്നുന്നു ഇത് കുമരകം സൈഡൊക്കെ ആണെന്ന് തോന്നുന്നു. കുമരകം സൈഡിലെ കാഴ്ചകളാണ്. കോട്ടയത്തിന്റെ ഏതൊക്കെ ഭാഗമാണെന്നറിയത്തില്ല. റോട്ടർ കണ്ടോ, ഇതിന്റെ റോട്ടർ കറങ്ങുന്ന ദൃശ്യം. നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ പോകുന്നുണ്ട്. ഏകദേശം കോട്ടയത്തിന് പക്ക ക്ലിയർ വ്യൂ ആണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ കുമരകം സൈഡിലേക്കാണ് പോകുന്നതെന്നാണ് തോന്നുന്നത്, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ റെയിൽവേ പാളം ഉണ്ട് താഴെ കേട്ടോ, റെയിൽവേ പാളം താഴെ കൂടെ ഉണ്ട് കേട്ടോ. കുറേ ബിൽഡേഴ്സിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഐ തിങ്ക് ഇത് ദേവലോകം ആ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സൂപ്പർ, ഒരു സംഭവം പൊളിയാണ്. ഫ്ലൈറ്റ് പോലല്ല, അതിനേക്കാളും ഒരു വ്യൂ കിട്ടുന്നതുകൊണ്ട്, ഏരിയൽ വ്യൂ കിട്ടുന്നതുകൊണ്ട് പക്ക. കുറെ കാട് പോലെ. ഇത് എവിടാ സ്ഥലം? ഫുൾ കാട് പോലെ. ഓ താണ്ട് ഇതൊരു ഷാഡോ കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നത്. ഷാഡോ താഴെ കൂടെ പോകുന്നുണ്ട്. അത്രയും താഴ്ചയാണ് നമ്മൾ പോകുന്നത്, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് കേട്ടോ. ഷാഡോ കണ്ടോ പോകുന്നത്? ഓ സൂപ്പർ സൂപ്പർ, ഐ ആം സോ എക്സൈറ്റഡ്. വേറെ ലെവല്. സമയം പോകുന്നതായിട്ട് അറിയുന്നില്ല, എവിടാന്ന് അറിയുന്നില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സ്കൈയിലൂടെ ഉള്ള ഒരു യാത്ര. അതുകൊണ്ട് ഇവിടെ ഒരു ഹെലിപ്പാഡ്. ഇതെവിടെ? വേറെ ഹെലിപ്പാഡുണ്ടോ കോട്ടയത്ത്? 2 ഹെലിപ്പാഡ് ഉള്ള സ്ഥലം. അതറിയാവുന്നൊരു കമന്റിയാണ് കേട്ടോ, അതറിയാവുന്നൊരു കമന്റിയാണ്. ഇപ്പം നമ്മൾ ആ ഒരു കോട്ടത്തിൽ നല്ല ചരിച്ചെടുക്കുകയാണ്. കിടിലൻ ലെവൽ ഫീലാ. തിരിച്ചിരിക്കുകയാണ്. ക്ലൗഡിലൂടെ ചരിച്ച് നമ്മളിങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. തിരിച്ച് ചരിഞ്ഞു പോവാം.
സൂപ്പർ. എന്നാലും കൊള്ളാം. ഇപ്പം നാളൊരു പ്രഷർ വേരിയേഷൻസ് വരുന്നുണ്ട്. നമുക്കത് ചെവിയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ കുറേ ഇങ്ങനെ ബാങ്ക് ചെയ്തായപ്പോൾ പ്രഷർ വേരിയേഷൻസ് വരുന്നത് നമുക്ക് ആ ഒരു ബോഡിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തോട്ടേക്ക് വന്നു. എനിക്കൊന്ന് തിരിച്ചിറങ്ങാൻ പോവാം. നമ്മൾ ആ പോയ വഴി തിരിച്ചു വരുവാണ്. തിരിച്ചു പോവാം. പക്ഷെ എനിക്ക് ആ കോട്ടയത്തെ ആകാശപ്പാലം കാണണമെന്നുണ്ടായിരുന്നു. അത് കണ്ടില്ലല്ലോ. അത് നമ്മളിങ്ങനെ പന്തൽ പണിതിട്ടേക്കുന്ന പോലെ, കല്യാണം കഴിഞ്ഞിട്ട് പന്തലിട്ടേക്കുന്ന പോലെ കാണാമായിരുന്നു. തിരിച്ചിറങ്ങാൻ പോവാണേ. വിൻസർ കാസലിന്റെ ഹെലിപാഡ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ് തിരിച്ച്. ഇറങ്ങുക. നമ്മൾ നിർത്തുന്നത്. ഒരു കാര്യം തന്നെ, വേറെ ലെവൽ സൂപ്പർ. ഐ ആം സോ എക്സൈറ്റഡ് ആയിരുന്നു. നല്ല കിടിലൻ എക്സ്പീരിയൻസ്. നമ്മുടെ ഫ്ലൈറ്റിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല, അതിലുപരി മൊത്തത്തിൽ ആകാശത്തിലൂടെ ഇങ്ങനെ ഒഴുകി പോകുന്ന ഒരു ഫീലായിരുന്നു മൊത്തത്തിൽ കിട്ടിയത്. പിന്നെ പറയേണ്ട ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, എനിക്കൊന്ന് കൂടുതൽ പവറുള്ള ഹെലികോപ്റ്റർ കൂടുതൽ പൊങ്ങുകയും കുറച്ച് പവറുള്ള ഹെലികോപ്റ്റർ കുറച്ച് പൊങ്ങുകയും ചെയ്യുമെന്ന് തോന്നുന്നു. അതുപോലെ ഹെലികോപ്റ്ററിന് ഹോൺ കാണുമോ? പിന്നെ ഒരു സംശയം, അതായത് ഞാൻ അതിരുന്ന് ചിന്തിക്കുമായിരുന്നു, ഈ ഒരുപാട് യാത്ര ലോങ് യാത്രയ്ക്ക് വേണ്ടിയൊക്കെ ഹെലികോപ്റ്റർ ചൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒന്ന് ഓർത്ത് നോക്കി, ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കക്കൂസി പോകണമെന്നുണ്ടെങ്കിലോ ഒന്നും പറ്റത്തില്ല. അതിനുള്ളൊരു പ്രൊവിഷൻ അതിനകത്തില്ല. അപ്പം ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ നോക്കി ഞാൻ പറയാം, ഇവിടുന്ന് അങ്ങോട്ട് മാറിയതിന് ശേഷം പറയാം. ഓക്കെ, സൂപ്പർ എക്സൈറ്റഡ്. താങ്ക്സ് ടു ചിപ്സൺ ഏവിയേഷൻ. എൻ്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു യാത്ര ചെയ്തത്. പിന്നെ മറ്റ് പാസഞ്ചേഴ്സൊക്കെ ഇവിടെ നിന്നുള്ളവരായിരുന്നു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് എനിക്കൊരു ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് യൗവനക്കാർക്ക് മാത്രമല്ല ഇതുപോലുള്ള ഡ്രീംസ് ഒക്കെ ഉള്ളത്. എൻ്റെ കൂടെ തൊട്ടപ്പുറത്ത് സീറ്റ് ഷെയർ ചെയ്തത് ഒരു അപ്പച്ചനായിരുന്നു, കോട്ടയത്തുള്ള. അപ്പച്ചൻ്റെ പേര് ചാക്കോ, PU ചാക്കോ എന്ന് പറഞ്ഞ അപ്പച്ചനായിരുന്നു. അപ്പച്ചൻ്റെ വീട് കോട്ടയത്ത് തന്നെയാണ്. അപ്പച്ചൻ്റെ ഈ ഒരു പ്രായത്തിലും ഈ ഒരു ഡ്രീം. അപ്പച്ചൻ നേരത്തെ ഫ്ലൈറ്റിലൊക്കെ പോയിട്ടില്ലേ? ഫ്ലൈറ്റിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഹെലികോപ്റ്ററിലെ എങ്ങനെയാണ് ആ ഒരു ഫീൽ, ആ ഒരു ഇതെങ്ങനെയാണെന്ന് അറിയാനായിട്ട് അപ്പച്ചൻ കുഴപ്പമില്ല. എല്ലാ സ്ഥലങ്ങളൊക്കെ കാണാൻ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ അപ്പച്ചന്റെ നാട് തന്നെ ആകാശത്തിലൂടെ കാണാൻ പറ്റിയായിരുന്നു. സന്തോഷമായോ? കുറെ സ്ഥലങ്ങളൊക്കെ മനസ്സിലായി. വളരെ നന്നായിരിക്കുന്നു. ഓക്കെ, അപ്പൊ പൊളിച്ച് ഒരാഗ്രഹം കൂടെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഡ്രീം ഉണ്ടോ അപ്പച്ചന്? ഇത് കുറച്ചുകൂടെ കൂടുതലുള്ള സ്കീം. അപ്പൊ അപ്പച്ചൻ ഒന്നീ നിർത്താനല്ല, അപ്പച്ചൻ ഇനി കുറച്ചുകൂടെ ഡ്യൂറേഷൻ ഉള്ളത് കിട്ടണമെന്നാണ് അപ്പച്ചന്റെ ആഗ്രഹം. ഓക്കെ എന്നാ അപ്പച്ചൻ, ശരി എന്നാ, കാണാം എവിടെയെങ്കിലും വെച്ച്. ഓക്കെ, ഞാൻ അവിടെ നിന്ന് ഓടിപ്പടച്ചു. അതായത് ഭയങ്കര ബിസി ആയിരുന്നു. അതായത് പെട്ടെന്ന് ഇറങ്ങുക, പെട്ടെന്ന് കയറുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. നമുക്കല്ലാതെ ഷൂട്ട് ചെയ്ത് ഫ്രെയിം നോക്കി ഷൂട്ട് ചെയ്തൊന്നും ഉള്ള ഒരു ടൈമൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വന്ന് നിർത്തിയത്, ഡു ഹെലികോപ്റ്റേഴ്സ് ഹാവ് ടോയ്ലറ്റ്സ്? ഞാൻ നേരെ ഗൂഗിളിൽ ചോദിച്ചപ്പോൾ പറഞ്ഞ ആൻസർ കേൾക്കണോ? There are bathrooms under the helicopters. You will fly over many bathrooms, including mine. Fly over and weep for what you can have for the next couple hours. സംഭവം ആൾക്കാർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുമ്പം ഒരുപാട് പേരുടെ ബാത്റൂമിന് മുകളിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്നാണ് സംഭവം. ഗൂഗിള് ഇപ്പോൾ ഭയങ്കര കോമഡിയാണ്. ശരിയാണ്. പിന്നെ ഇന്ത്യ അല്ലേ, എവിടെ ചിന്തിക്കുന്ന അവിടെ ശൗചാലയം എന്നൊക്കെ അല്ലായിരുന്നു പറഞ്ഞു വന്നത്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഒരു ചെറിയൊരു ഡ്രോബാക്ക് പോലെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ചൂടുണ്ടായിരുന്നു അകത്ത്. ഗ്ലാസിൻ്റെ വിൻഡോസും ആയതുകൊണ്ടും നല്ല സൺലൈറ്റ് വരുന്നതുകൊണ്ടും നല്ല ചൂടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഇനി അതിനകത്ത് എയർ കണ്ടീഷൻ സിസ്റ്റം ഉണ്ടോ എന്നുള്ളത്. ഉണ്ടായിട്ട് അത് ഓഫ് ചെയ്തിട്ടിരുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ബട്ട് ചെറിയൊരു കുറച്ച് ഇതുണ്ടായിരുന്നു. എനിവേ, ഈ ഡ്രോബാക്സ് ഒക്കെ പറഞ്ഞ് എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത് വിചാരിക്കും. സൂപ്പറായിരുന്നു. എനിവേ, പൊളിയായിരുന്നു. പിന്നൊരു കാര്യം, ഇതിൻ്റെ തംബ്നെയിൽ കണ്ടിട്ട് ഒരുപാട് പേര് തംബ്നെയിൽ കണ്ടിട്ട് വന്നിരുന്ന് കാണുന്നവരുണ്ടായിരിക്കും. കുറേ നേരമായിട്ടിരുന്ന് കാണുമായിരിക്കും. നിങ്ങൾ പൃഥ്വിരാജിനെ നോക്കിയിരിക്കുമായിരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജിൻ്റെയോടൊപ്പം ഒന്നും അല്ല നമ്മൾ യാത്ര ചെയ്തത്. പക്ഷെ ഞാൻ ആ അവസാനം നമ്മൾ ഇറങ്ങുന്നതിന് മുന്നേ ഒരു ഇത് കാണിച്ചില്ല. ഇപ്പം ഞാൻ ഈ ക്ലിപ്പ് കാണിക്കാം. ആ ഒരു സീറ്റ് കാണിച്ചില്ലേ? ആ ഒരു സീറ്റിൽ ഈ വർഷം തന്നെ പൃഥ്വിരാജ് യാത്ര ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പഞ്ചിന് ഞാനിട്ടതാണ്. ഇപ്പം അത് ആലോചിച്ച് നിങ്ങൾ ഈ വീഡിയോ കണ്ടവരുടെയൊക്കെ അവസ്ഥയാണ് എനിക്ക്.
അപ്പം പൃഥ്വിരാജ് നമ്മോടൊപ്പം യാത്ര ചെയ്തതല്ല, പൃഥ്വിരാജ് യാത്ര ചെയ്ത ആ സീറ്റായിരുന്നു ആ കണ്ടത്. ഞാൻ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സീറ്റിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ട് സഹായിച്ചതിന് നന്ദി. അപ്പോൾ കുറച്ചും കൂടെ ഉണ്ട്, അതായത് നമ്മുടെ ഇവരുടെ ഒരു ഒഫീഷ്യലിനെയും കൂടെ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നല്ല രീതിയിൽ കേരളത്തിൽ വളർന്നു വരട്ടെ ആശംസിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ ഈ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിച്ചതും. ഒരുപാട് പേരുടെ ആഗ്രഹം കാണും. കാര്യം ഒരുപാട് പേർക്ക് ഈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടിക്കറ്റ് എടുത്ത്, പാസ്പോർട്ട് ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒരു ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് യാത്ര നടത്താം. പക്ഷേ എങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത കുറവായിരുന്നു. ഇനി അത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക്സ് എല്ലാം. അപ്പോൾ നമ്മുടെ ഹെലികോപ്റ്റർ യാത്ര ഇവിടെ തീരുകയാണ്. യാത്രയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. ഞാൻ വിൻസർ കാസിൽ കോട്ടയത്ത് നിന്നുമാണ് ഇത് യാത്ര ചെയ്തത്. പക്ഷേ ഈ റോഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചില്ല, വിൻസർ കാസിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏക്കേഴ്സ് ഓഫ് സ്ഥലമുള്ള ഒരു സ്ഥലമാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു. ബട്ട് എനിവേ സൂപ്പർ എക്സ്പീരിയൻസ്. ഫസ്റ്റ് എക്സ്പീരിയൻസ് വാസ് ബെസ്റ്റ് എക്സ്പീരിയൻസ്. അതായത് ഇനിയും പോകാനൊക്കെ ഒരു ആഗ്രഹം വന്നു. ഒഴുകിപ്പോയ ഫീൽ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചതും എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം വന്ന ഒരു കാര്യവും. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ ഞാനിപ്പോൾ കോട്ടയത്താണ് നിൽക്കുന്നത്. കോട്ടയത്തിൻ്റെ ഒരു ഏരിയൽ വ്യൂ കാണാൻ സാധിച്ചതിന് എനിക്ക് എന്നോട് തന്നെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ളത് കാര്യം സത്യമാണ്. ഒരുപാട് ഞാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ പലരും ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ഇറങ്ങുമ്പോൾ ഒരു വട്ടമെങ്കിലും ഒന്ന് കയറാൻ, ഒരു വട്ടമെങ്കിലും ഒന്ന് കാണാനൊക്കെ ഒരു ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും വലിയ ആഗ്രഹങ്ങളും അത് ഏതുമായിക്കോട്ടെ, അത് നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുമെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ എൽസാഫ്ബെസോർ സൈനിങ് ഔട്ട്. ബൈ. സീ യു ഇൻ നെക്സ്റ്റ്